സ്ഥിരം തൊഴിൽ വേതനക്കാരുടെ എണ്ണത്തിൽ കേരളത്തിൽ 5 വർഷത്തിനിടെ ഉണ്ടായത് വൻ വർധനയെന്ന റിപ്പോർട്ട് ഇന്ത്യ റേറ്റിംഗ്സ് ആൻഡ് റിസർച്ച് നടത്തിയ പഠനത്തിലാണ് കേരളം 6.2% വർധനവോടെ രാജ്യത്തിന് മാതൃകയായത്. അതേസമയം ഇക്കാലയളവിൽ ദേശീയ ശരാശരിയിൽ സ്ഥിരം തൊഴിൽ വേതനക്കാരുടെ എണ്ണം 2.2% കുറഞ്ഞതായും കണക്കുകൾ വ്യക്തമാക്കുന്നു. രാജ്യത്ത് തൊഴിലില്ലായ്മ രൂക്ഷമായി തുടരുമ്പോഴാണ് സ്ഥിരം തൊഴിൽ വേതനക്കാരുടെ എണ്ണത്തിൽ കേരളത്തിൽ വൻ വർധനയുണ്ടായെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളുടെയും തൊഴിൽ, വേതനം എന്നിവ സംബന്ധിച്ച് നടത്തിയ പഠനത്തിലാണ് കേരളം നേട്ടം കൈവരിച്ചത്. 2018-19 2023-24 ഇടയിൽ സ്ഥിരം തൊഴിൽ വേതനക്കാരുടെ എണ്ണത്തിൽ 6.2% വർധനയുണ്ടായതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. എന്നാൽ ഇക്കാലയളവിൽ ദേശീയ ശരാശരി 2% കുറഞ്ഞു. ആനുകാലിക ലേബർ ഫോഴ്സ് സർവേ, നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് എന്നിവയിൽ നിന്നടക്കമുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട്. 2023-24 കാലയളവിൽ സ്ഥിരം തൊഴിൽ വേതനത്തിന്റെ ദേശീയ ശരാശരി 23.8% രേഖപ്പെടുത്തിയപ്പോൾ കേരളത്തിന്റേത് 38.9%. ഇത് റെക്കോർഡ് നേട്ടമാണെന്ന് ഇന്ത്യ റേറ്റിംഗ്സ് ആൻഡ് റിസർച്ച് സീനിയർ അനലിസ്റ്റ് വ്യക്തമാക്കി. 2018-19 കാലയളവിൽ കേരളത്തിൽ മൊത്തം ജോലിയിൽ സ്ഥിരം വേതന തൊഴിലാളികളുടെ പങ്ക് 32.7%. കേരളത്തിലെ കാർഷികേതര ജോലികളിൽ സ്വകാര്യ മേഖലയുടെ പങ്ക് 2018-19 6%ആയിരുന്നതിൽ നിന്ന് 2023-24 8.2% ക്രമേണ വർദ്ധിച്ചതായും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. പൊതുമേഖലയിലെ തൊഴിലാളികളുടെ വിഹിതം 12.7% ഉയർന്നു. സംസ്ഥാനത്ത് കാർഷിക പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികളുടെ അനുപാതം 2023-24 27%. തുടർന്ന് വ്യാപാരം, ഗതാഗതം, സംഭരണം, നിർമ്മാണം എന്നിവ യഥാക്രമം 21.3%, 13.4%. കൈരളി ന്യൂസ്, ദില്ലി.